ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ഇന്ത്യയിൽ വിമാന കമ്പനി തുടങ്ങാൻ പദ്ധതിയിടുന്നു. ഇന്ത്യയിൽ 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള നിയമ ഭേദഗതിയെ തുടർന്നാണ് പ്രഖ്യാപനം. വ്യോമയാന മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകി കഴിഞ്ഞ ജൂണിലാണ് ഇന്ത്യ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഖത്തർ എയർവേസ് ഇന്ത്യയിൽ പുതിയ കമ്പനി തുടങ്ങാൻ പദ്ധതിയിടുന്നത്. കഴിഞ്ഞയാഴ്ച ബെർലിനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഖത്തർ എയർവേസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അക്ബർ അൽ ബേക്കർ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. 100 നാരോ വിമാനങ്ങളുമായി ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്ന പേരിലാണ് കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും അൽ ബേക്കർ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ നിക്ഷേപം നടത്താനും ആഭ്യന്തര സർവീസ് തുടങ്ങാനും കേന്ദ്ര സർക്കാർ നാളുകൾക്ക് മുമ്പേ ഖത്തർ എയർവേസ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഖത്തർ എയർവേസ് ഇന്ത്യയിൽ വിമാന കമ്പനി ആരംഭിക്കുന്നതോടെ വ്യോമയാന മേഖലയിൽ കടുത്ത മത്സരത്തിന് കാരണമാകും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം യാത്രാനിരക്കിൽ കുറവുണ്ടായേക്കാമെന്ന പ്രതീക്ഷയും ഇക്കാര്യത്തിലുണ്ട്. നിലവിൽ എത്തിഹാദ്, സിംഗപ്പൂർ എയർലൈൻസ്, എയർഏഷ്യ, ബെർഹാഡ് എന്നീ 3 വിദേശ കമ്പനികൾക്കാണ് ഇന്ത്യയുടെ വിമാന കമ്പനികളിൽ നിക്ഷേപമുള്ളത്. അതേസമയം നേരിട്ടുള്ള വിദേശ നിക്ഷേപം 49-ൽ നിന്ന് 100% ആക്കിക്കൊണ്ടുള്ള നിയമ ഭേദഗതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിലെ നിയമപ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദേശ കമ്പനിയുടെ ചെയർമാനും 3 അംഗ ഡയറക്ടർ ബോർഡിൽ 2 അംഗങ്ങളും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് വ്യവസ്ഥ. 3 അംഗ ഡയറക്ടർമാരിൽ ഒരാൾ മാത്രം ഇന്ത്യൻ പൗരനായിരുന്നാൽ മതി എന്ന ഭേദഗതിയാണ്. സൗദിയിൽ നിന്നും ബഹ്റൈനിലേക്ക് പുതിയ ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ നിർമ്മിക്കാൻ നീക്കം. 2018 ആദ്യത്തോടെ പുതിയ പൈപ്പ് ലൈൻ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹ്റിനെയും സൗദിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നത് സംബന്ധിച്ച പൊതുമരാമത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് നഗരാസൂത്രണ മന്ത്രാലയം റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. 1945-ൽ പ്രവർത്തനം ആരംഭിച്ച AB1 പൈപ്പ് ലൈനിന് പകരമായിട്ടാണ് പുതുതായി നിർമ്മിക്കുന്ന AB ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ വരുന്നത്. ഈ പൈപ്പ് ലൈനിലൂടെ സിത്രയിലെ ബാബ്കോ റിഫൈനറിയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കും. പുതിയ പൈപ്പ് ലൈനിലൂടെ ദിനംപ്രതി 3,50,000 ബാരൽ ക്രൂഡ് ഓയിൽ എത്തിക്കാൻ സാധിക്കും. നിലവിൽ സൗദിയിൽ നിന്നും 2,50,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ബഹ്റിനിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. 60 കിലോമീറ്റർ തീരപ്രദേശത്തു കൂടി കടന്നുപോകുന്ന AB പൈപ്പ് ലൈനിന്റെ ആകെ നീളം 115 കിലോമീറ്ററാണ്. 2018 തുടക്കത്തിൽ പുതിയ പൈപ്പ് ലൈൻ പദ്ധതി പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AB1 പൈപ്പ് ലൈൻ അടുത്ത വർഷം പകുതിയോടെ പൊളിച്ചു നീക്കാൻ തുടങ്ങും. AB പൈപ്പ് ലൈനിന്റെ നിർമ്മാണം സൗദി അരാംകോയ്ക്കും പ്രവർത്തിക്കാനുള്ള കരാർ ബാബ്കോയ്ക്കുമാണ് നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. പ്രവാസി വനിതകൾക്ക് ജോലി ചെയ്യാൻ പ്രിയപ്പെട്ട രാജ്യങ്ങളിൽ ബഹ്റൈന് 5ാം സ്ഥാനം. 174 രാജ്യങ്ങളിൽ നിന്നുമായി 14,300 പ്രവാസികളിൽ നടത്തിയ പഠനത്തിലാണ് 73% പ്രവാസികളും ജോലിയിൽ സംതൃപ്തരാണെന്ന് കണ്ടെത്തിയത്. ഇന്റർനാഷണൽ എക്സ്പാറ്റ് ഇൻസൈഡർ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പ്രവാസി വനിതകൾക്ക് ജോലി ചെയ്യാൻ മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ബഹ്റിന് 5ാം സ്ഥാനം ലഭിച്ചത്. 174 രാജ്യങ്ങളിൽ നിന്നായി 14,300 പ്രവാസികളിലാണ് പഠനം നടത്തിയത്. കേസുകൾ ഒത്തുതീർപ്പാക്കൽ, താമസിക്കാനുള്ള സൗകര്യം, ജോലിയും ജീവിതവും തമ്മിലുള്ള സന്തുലനാവസ്ഥ തുടങ്ങി 43 കാര്യങ്ങൾ വിലയിരുത്തിയാണ് റാങ്കിംഗ് പട്ടിക തയ്യാറാക്കിയത്. ലക്സംബർഗ്, തായ്വാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത്. ഹംഗറിയാണ് 4ാം സ്ഥാനത്ത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആദ്യ 10-ൽ ഉൾപ്പെട്ട ഒരേ ഒരു രാജ്യമാണ് ബഹ്റിൻ. ബഹ്റിന് പിന്നിൽ ഓസ്ട്രേലിയ, ഇക്വഡോർ, ന്യൂസിലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യ 10-ലുള്ളത്. ബഹ്റിനിൽ ജോലി ചെയ്യുന്ന പ്രവാസി വനിതകളിൽ 73%വും തങ്ങളുടെ ജോലിയിൽ സംതൃപ്തരാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ആഗോള ശരാശരി അനുസരിച്ച് ഇത് 62%. ബഹ്റിനിലെ പ്രാദേശിക ജനതയുമായി സൗഹൃദം സ്ഥാപിക്കാനും എളുപ്പമാണെന്ന് 27% സ്ത്രീകൾ പറയുന്നു. ആഗോള ശരാശരിയിൽ ഇത് 11%. ബഹ്റിനിലെ സൗഹൃദാന്തരീക്ഷം ജോലി ചെയ്യാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നതോടൊപ്പം താമസമുറപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കുന്നു. എളുപ്പത്തിൽ താമസമുറപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രങ്ങളുടെ നിരയിൽ ബഹ്റിന് 6ാം സ്ഥാനമാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള പാസ്പോർട്ട് UAEയുടേത്. നൊമാഡ് ക്യാപിറ്റലിസ്റ്റ് നടത്തിയ പഠനത്തിലാണ് മിഡിൽ ഈസ്റ്റിൽ 1ാമതും ആഗോളാടിസ്ഥാനത്തിൽ 70ാമതുമായി UAE പാസ്പോർട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 122 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനാകുമെന്നതാണ് UAE പാസ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
വിസയില്ലാതെ പോകാവുന്ന രാജ്യങ്ങളുടെ എണ്ണം, നികുതി ഘടന, ഇരട്ട പൗരത്വം, മൊത്തത്തിലുള്ള സ്വാതന്ത്ര്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ടിന്റെ സ്വാധീനം കണക്കാക്കിയത്. ഗൾഫ് രാജ്യങ്ങളിൽ കുവൈറ്റാണ് UAEക്ക് തൊട്ടു പിന്നിലുള്ളത്. 94ാമത് സ്ഥാനമാണ് കുവൈറ്റിനുള്ളത്. ഖത്തർ 97, ബഹ്റിൻ 105, സൗദി അറേബ്യ 113 എന്നിങ്ങനെയാണ് മറ്റ് GCC രാജ്യങ്ങളുടെ സ്ഥാനം. സ്വീഡൻ പാസ്പോർട്ടാണ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. 19ാമത് സ്ഥാനത്തുള്ള ജപ്പാനാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ മുന്നിൽ. 160ാമത് സ്ഥാനമാണ് ഇന്ത്യൻ പാസ്പോർട്ടിനുള്ളത്. മാതൃഭൂമി ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഒമാൻ ഇന്ത്യൻ സംരംഭകരുടെ സംയുക്ത യോഗം മസ്കറ്റ് ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്നു. മാർച്ച് 14 വൈകുന്നേരം 6 അൽഖോവൈസിലെ എംബസി അങ്കണത്തിൽ നടക്കുന്ന ഒമാനി ഇന്ത്യൻ സംരംഭകരുടെ സംയുക്ത മീറ്റിൽ ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഡോക്ടർ അലി ബിൻ മസൂദ് അലി അൽ സുനൈദി മുഖ്യാതിഥിയായിരിക്കും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വ്യവസായ സംരംഭങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ബിസിനസ് ടു ബിസിനസ് മീറ്റിന്റെ ലക്ഷ്യം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെയും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 75 ഇന്ത്യൻ കമ്പനികളുടെ പ്രതിനിധികൾ മീറ്റിൽ പങ്കെടുക്കും. വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടാണ് വടക്കേ ഇന്ത്യയിൽ BJP വിജയം നേടിയതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയ ശേഷം ആദ്യമായി ദോഹയിലെത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ദളിത്, ന്യൂനപക്ഷ, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും BJP മുന്നേറിയതിന്റെ കാരണം വർഗീയ പ്രചരണം തന്നെയാണെന്ന് P. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയപരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് BJP തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് താൽക്കാലികമാകാമെന്നും അദ്ദേഹം പറഞ്ഞു. UPയുടെ കാര്യത്തിൽ മതേതര കക്ഷികൾക്ക് ഐക്യമുണ്ടായില്ല. അതാണ് BJP മുന്നേറ്റത്തിന് കാരണം. മതേതര കക്ഷികളുടെ ഇടയിൽ വരുന്ന ഭിന്നിപ്പാണ് BJPക്ക് ഏറ്റവും ഗുണകരമാകുന്നത്. മതേതര ശക്തികൾ ഈ യാഥാർത്ഥ്യബോധത്തോടെ ഒന്നിക്കണം. അല്ലാത്ത പക്ഷം ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണി ഉയർത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു കാര്യം, മതേതര കക്ഷികളുടെ ഇടയിൽ വരുന്ന ഭിന്നിപ്പാണ് BJPക്ക് ഗുണമാകുന്നത്. എന്നത് അവസാനിക്കുന്നോ അതുവരെ ഉള്ളൂ BJP. അന്ന് തീരും BJP. മതേതര കക്ഷികൾക്കിടയിലെ ഭിന്നിപ്പ് മാറി ഒരുമിക്കുമ്പോൾ BJP ഇല്ലാതാകുമെന്നും ഇന്ത്യൻ രാഷ്ട്രീയം മതേതര കക്ഷികളുടെ കയ്യിൽ ഭദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വളർന്നുവരുന്ന ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും മതേതര ശക്തികളെ കൂട്ടിയോജിപ്പിക്കാൻ തനിക്ക് കഴിയാവുന്നതുപോലെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറം തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന പ്രധാന വിഷയം ഫാസിസ്റ്റ് വിഷയമാണ്. ഫാസിസ്റ്റ് ഭീഷണിയെ പിടിച്ചുകെട്ടാൻ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ തനിക്ക് കഴിയുന്നത് താൻ ചെയ്യുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അതേസമയം MP സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കുമെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ദളിത്, അവശ്യ, പിന്നോക്ക, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഇന്ത്യയിൽ മതേതരത്വ സംരക്ഷണം സാധ്യമാകുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് അതിന് മുൻകൈയെടുക്കും. VM സുധീരന്റെ രാജിയെ സംബന്ധിച്ച് സുധീരൻ പറഞ്ഞ കാരണം ഏറ്റുപറയുക മാത്രമാണ് താനെന്നും എഴുതാപ്പുറം വായിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. അധ്യക്ഷന്റെ സ്ഥാനത്തില്ലെങ്കിലും ഉണ്ടെങ്കിലും സുധീരൻ UDFന്റെ നേതാവ് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. KM മാണി തിരിച്ച് രാഷ്ട്രീയത്തിലെത്തണമെന്നാണ് ആഗ്രഹമെന്നും ചോദ്യത്തിന് മറുപടിയായി P. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പാറക്കൽ അബ്ദുള്ള MLA, KMCC ഭാരവാഹികളായ SAM ബഷീർ, അബ്ദുൽ നാസർ നാച്ചി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ഖത്തർ. മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ അധ്യയന വർഷം മുതൽ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിലേക്ക് 10 ഒമാനി റിയാൽ വീതം പിരിക്കുവാൻ തീരുമാനിച്ചു. പുതിയ സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണം, പഴയ സ്കൂൾ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം എന്നിവയ്ക്കാണ് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തുക. അൽ അൻസാബിലെ പുതിയ ഇന്ത്യൻ സ്കൂൾ നിർമ്മാണത്തിനായിരിക്കും ഈ തുക വിനിയോഗിക്കുക. പല ഇന്ത്യൻ സ്കൂൾ കെട്ടിടങ്ങളും പുതുക്കി പണിയാനോ പുനർനിർമ്മിക്കാനോ സമയമെടുത്ത സാഹചര്യത്തിലാണ് ഈ വർഷം മുതൽ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് രൂപവൽക്കരിച്ചതെന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് വ്യക്തമാക്കി. ഇപ്പോൾ സമാഹരിക്കുന്ന തുക പുതിയ അൽ അൻസബ് ഇന്ത്യൻ സ്കൂൾ നിർമ്മാണത്തിനായി വിനിയോഗിക്കും. അൽ അൻസബിൽ 4000 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. രക്ഷിതാക്കളുടെ അംഗീകാരത്തോടു കൂടിയാണ് പുതിയ ഫണ്ട് പിരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2012 ഒമാൻ സർക്കാർ അനുവദിച്ച സ്ഥലത്തായിരിക്കും അൽ അൻസബിലെ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുക. 1975 135 കുട്ടികളുമായി ആരംഭിച്ച മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് 9000-ലധികം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തിവരുന്നു. ഒമാനിലെ ആദ്യത്തെ ഇന്ത്യൻ സ്കൂളായ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾക്ക് വലിയ തോതിൽ അറ്റകുറ്റപ്പണികൾ അനിവാര്യമായിരിക്കുകയാണ്. ഇതിനായി വൻതുക ചിലവഴിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളിൽ നിന്ന് അധികമായി ഫണ്ട് സ്വരൂപിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഗതാഗത വാരാചരണത്തിന് അബുദാബിയിൽ ഇന്ന് തുടക്കമായി. അബുദാബി എത്തിഹാദ് ടവറിലാണ് വർണ്ണാഭമായ പരിപാടി അരങ്ങേറിയത്.
മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അബുദാബി നിരത്തുകളിൽ നടക്കുന്ന 95% റോഡപകടങ്ങളുടെയും കാരണം ഡ്രൈവർമാരുടെ മോശം ശീലങ്ങളാണെന്ന് ട്രാഫിക് പോലീസ് ചടങ്ങിൽ അറിയിച്ചു. കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും സുരക്ഷാ നിലവാരം ഉയർത്തിയിട്ടും അപകടങ്ങൾ നടക്കുന്നത് ഡ്രൈവർമാരുടെ മോശം സ്വഭാവം കൊണ്ടാണെന്നും പോലീസ് അറിയിച്ചു. വാഹനങ്ങൾക്കിടയിൽ ആവശ്യമായ അകലം പാലിക്കാതിരിക്കൽ, ശ്രദ്ധയില്ലായ്മ, തെറ്റായ രീതിയിൽ വാഹനങ്ങളെ മറികടക്കൽ, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, അനാവശ്യമായ വേഗത തുടങ്ങിയവയാണ് ഡ്രൈവർമാരുടെ മോശം ശീലങ്ങളെന്ന് അബുദാബി പോലീസ് ഗതാഗത വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽ ഷഹി പറഞ്ഞു. ഗതാഗത വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി പ്രത്യേക ബോധവൽക്കരണവുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, അബുദാബി. വിമാന സർവീസുകൾ 6 മണിക്കൂറിലധികം വൈകിയാൽ യാത്രക്കാർക്ക് ഹോട്ടലിൽ സൗജന്യ താമസം ഒരുക്കണമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. പരിഷ്കരിച്ച ഉപഭോക്തൃ അവകാശ സംരക്ഷണ നിയമാവലിയിലാണ് നിർദ്ദേശമുള്ളത്. വിമാന സർവീസുകൾ സംബന്ധിച്ച ഭേദഗതി വരുത്തിയ നിയമാവലി ഔദ്യോഗിക ഗസറ്റിൽ പരസ്യപ്പെടുത്തിയതായി സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. യാത്രക്കാരുടെ അവകാശങ്ങളും നഷ്ടപരിഹാരങ്ങളും വ്യക്തമായി നിർവചിക്കുന്ന നിയമാവലി 90 ദിവസത്തിനു ശേഷം നിലവിൽ വരും. ഇതിലെ വകുപ്പുകളും വ്യവസ്ഥകളും ലംഘിക്കുന്ന വിമാന കമ്പനികൾക്ക് 50,000 റിയാൽ പിഴ ചുമത്തും. ഓവർ ബുക്കിംഗ് നടത്തി യാത്ര നിഷേധിക്കുക, സർവീസ് റദ്ദാക്കുക, സർവീസിന് കാലതാമസം നേരിടുക തുടങ്ങിയ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് ഭക്ഷണവും താമസവും വിമാന കമ്പനി നൽകിയിരിക്കണം. യാത്ര വൈകി ആദ്യ മണിക്കൂറിൽ വെള്ളം വിതരണം ചെയ്യണം. 3 മണിക്കൂറിലേറെ യാത്ര വൈകിയാൽ ഭക്ഷണം വിതരണം ചെയ്യണം. 6 മണിക്കൂറിലേറെ കാലതാമസം നേരിട്ടാൽ യാത്രക്കാർക്ക് ഹോട്ടലിൽ വിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കണം. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കും തിരിച്ചും സൗജന്യ ഗതാഗത സൗകര്യവും നൽകണം. ഓവർ ബുക്കിംഗ് നടത്തി സീറ്റില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഉയർന്ന ക്ലാസ്സിൽ സീറ്റുണ്ടെങ്കിൽ അധിക നിരക്ക് ഈടാക്കാതെ സീറ്റ് അനുവദിക്കണം. സീറ്റ് നിഷേധിച്ചാൽ ടിക്കറ്റ് നിരക്കിന് പുറമെ നഷ്ടപരിഹാരത്തിനും യാത്രക്കാരന് അർഹതയുണ്ട്. കൺഫേം ചെയ്ത ടിക്കറ്റ് എടുത്ത അംഗപരിമിതർക്ക് സീറ്റ് നിഷേധിക്കാൻ പാടില്ല. യാത്രക്കാരിൽ നിന്ന് പരാതി ലഭിച്ച് 30 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും പുതിയ നിയമം വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. അജ്മാനിൽ പുതിയ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നു. അജ്മാന്റെ ഇതര എമിറേറ്റുകളുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത്. മുഹമ്മദ് ബിൻ സായിദ് റോഡിനോട് ചേർന്നായിരിക്കും പുതിയ ബസ് ടെർമിനൽ നിർമ്മിക്കുക. 30,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ബസ് ടെർമിനൽ സജ്ജമാക്കുന്നത്. ഇവിടെ 30 ഇന്റർസിറ്റി ബസ്സുകൾ നിർത്തിയിടുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. അനുബന്ധമായി സ്ഥാപിക്കുന്ന കെട്ടിടങ്ങളിൽ ഓഫീസുകളും കടകളും മറ്റു സേവന കേന്ദ്രങ്ങളും പ്രവർത്തിക്കും. തൊട്ടടുത്ത് തന്നെ കാർ പാർക്കിംഗ് കേന്ദ്രവും സജ്ജീകരിക്കും. പദ്ധതി രൂപരേഖയ്ക്ക് അജ്മാൻ കിരീടാവകാശി ഷെയ്ഖ് അമാർ ബിൻ ഹുമൈദ് അൽ നുയൈമി അംഗീകാരം നൽകി. 60 ലക്ഷം ദിർഹം വകയിരുത്തിയ പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കുമെന്ന് അജ്മാൻ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയിച്ചു. വിഷൻ 2021 പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, അജ്മാൻ. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഷാർജയിൽ കൂടുതൽ ഉൾറോഡുകൾ നിർമ്മിക്കുന്നു. ഇതിനായി 30 ദശലക്ഷം ദിർഹം നീക്കിവെച്ചതായി ഷാർജ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഉൾറോഡുകളുടെ 85% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായെന്ന് RTA ചെയർമാനും എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ യൂസഫ് സലാ അൽ സുവൈഹി പറഞ്ഞു. ഷാർജയുടെ പ്രധാന വാണിജ്യ പ്രദേശമായ ഹമരിയയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്.